വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ ബോട്ടുകളിൽ ഒന്ന് കണ്ടെത്തിയതായി എം വിൻസെന്റ് MLA. റോബിൻസൺ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളിൽ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബോട്ടിലെ ഡീസൽ തീർന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ കാണാതായ മറ്റൊരു ബോട്ടിലെ റോബിൻസൺ എന്നയാളും ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്. കന്യാകുമാരി ഭാഗത്ത് നിന്ന് തിരികെ വരികയാണെന്നും എന്നാൽ ബോട്ടിൽ ഡീസൽ കുറവാണെന്നും റോബിൻസൺ എന്നയാൾ അറിയിച്ചിട്ടുണ്ട്. 8 പേർക്കായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. കുറവാണെന്നുള്ള ഒരു വിവരം ലഭിച്ചു. ഇവിടുന്ന് മറൈൻ ആംബുലൻസിൽ കോസ്റ്റൽ പോലീസും നാട്ടുകാരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും ആ ഭാഗത്തേക്ക് പോകും. മറ്റൊരു ബോട്ടിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഹെലികോപ്റ്ററിൻ്റെ ഒരു ഏരിയൽ സെർച്ച് ഉടനെ ആരംഭിക്കും. അവിടെ നിന്ന് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഹെലികോപ്റ്റർ 9:30 കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതും 3/4 മണിക്കൂറിനുള്ളിലെത്തും. അത് മിക്കവാറും കന്യാകുമാരി ഭാഗത്തേക്ക് തന്നെയാണ് അതിൻ്റെ സെർച്ച് പോകുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ കിട്ടിയത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു ബോട്ടിൻ്റെ കാര്യത്തിൽ കിട്ടിയത്. ബാക്കി ഉള്ള ഒരു ബോട്ടിൻ്റെ കാര്യവും അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് മറിഞ്ഞ ബോട്ടിലെ ഒരു വ്യക്തിയെയും കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കും. ശ്രീനന്ദ SP ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, സഹായമാത എന്ന ബോട്ടിലെ റോബിൻസൺ എന്ന വ്യക്തിയാണ് ഇപ്പോൾ ബന്ധുക്കളെ ഫോൺ മാർഗം വിളിച്ചിരിക്കുന്നത്. സന്ദേശം നൽകിയിരിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ബോട്ടിന്റെ യന്ത്ര തകരാറുകൾ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും മടക്കയാത്ര ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ദീപിക, കാണാതായ ഒരു ബോട്ടിനെ കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുറച്ചു മുൻപ് MLA വിൻസെന്റ് നമ്മോട് പ്രതികരിച്ചതുപോലെ ഈ ബോട്ടിൽ നിന്നുള്ള സഹായമാത എന്ന ബോട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബോട്ടിൽ നിന്നുള്ള റോബിൻസൺ എന്നയാൾ ഇവിടെയുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയുണ്ടായി. അവരോട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ ബോട്ടിന്റെ ഇന്ധനം മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ബോട്ട് അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. കന്യാകുമാരി ഭാഗത്താണ് തങ്ങളിപ്പോൾ നിൽക്കുന്നത്. തങ്ങളുടെ അവിടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്. കാരണം ഒരു പ്രതികൂലമായ കാലാവസ്ഥയാണ് കടലിന്റെ ഉൾത്തട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ തിരമാലകളിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ് എന്നാണ് റോബിൻസൺ ഫോണിലൂടെ പങ്കുവെച്ച വിവരമെന്ന് പറയുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറൈൻ ആംബുലൻസും തീരത്ത് നിന്ന് ഡീസലുമായി പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കന്യാകുമാരി ഭാഗത്തേക്കാണ് ഇവർ ഡീസലുമായി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിന്റെ സഹായവും ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം കാണാതായ മറ്റ് ബോട്ടുകൾക്കുള്ള തിരച്ചിലിനായാണ് ഹെലികോപ്റ്ററിന്റെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഹെലികോപ്റ്റർ പുറപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്ത ലഭിക്കുന്നു. എന്നാൽ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ തീരത്ത് നിന്നും 2 മറൈൻ ആംബുലൻസും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും ഡീസലുമായി ഈ ഒരു ദേവമാത എന്ന് പറയുന്ന ബോട്ടിനെ തിരഞ്ഞ് പോയിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. ഇവിടെ അവരുടെ ഉറ്റവർ എല്ലാ പേരും തന്നെ പള്ളിക്കകത്ത് വരാനുള്ള തൻ്റെ ബന്ധുക്കൾ തിരിച്ച് 8 പേരെ കാത്തിരിക്കുന്ന ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ ഒരു പള്ളിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുഴുവൻ ആളുകളാണ്. ഇവിടെ എല്ലാവരും തന്നെ തങ്ങളുടെ ഉറ്റവർക്കായുള്ള കാത്തിരിപ്പിനായാണ് രാവിലെ മുതൽ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഈ റോബിൻസൺ അവരോട് സംസാരിച്ചത് ഇവർക്ക് എല്ലാവർക്കും തന്നെ വളരെ ആശ്വാസമായിട്ടാണ് ഇവർ പറഞ്ഞിരുന്നത്. കാരണം അവർ സേഫാണ്. ഇതുവരെ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ എത്ര നേരം അങ്ങനെ നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു സങ്കടം കൂടി ഇവരുടെ മനസ്സിലെല്ലാം തന്നെയുണ്ട്. കാരണം പ്രതികൂലമായ കാലാവസ്ഥയല്ല, കടൽ അങ്ങോട്ട് പ്രക്ഷുബ്ധമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ തങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നൊരു കാര്യമാണ് റോബിൻസൺ ഫോണിലൂടെ ഇവിടെ ഉള്ളവരുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ശരി ശ്രീനന്ദ, വളരെ വേഗം മടങ്ങിയെത്താം ചില പ്രതികരണങ്ങൾ കൂടി കേട്ടതിന് ശേഷം. കടല് അല്പം പ്രക്ഷുബ്ധമാണ്. അപ്പം ആശങ്ക തന്നെയാണ്. 2 വള്ളത്തിൽ ഇപ്പം ഒരു വള്ളത്തിൽ ഒരു ചെറിയൊരു പ്രതീക്ഷ നമുക്ക് വരുന്നുണ്ട്. ഒരു വഞ്ചിയിലുള്ള ഇതൊരു യാതൊരുവിധമായ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. 4 പേര് സേഫാണ്. ഇപ്പോൾ സേഫാണ്. നമ്മൾ കരയ്ക്ക് എത്തുന്നവരേക്കും നമുക്ക് അവിടെ മഴയും കാറ്റൊക്കെ ഉണ്ട്. ഒന്ന് അവർ മൂടൽ ആകാശം മൊത്തം മഞ്ഞ് മൂടലാണ്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഇനി ഒരു വള്ളം കൂടെ നമുക്ക് ഇവിടെ ആക്കാനുണ്ട്.